ലോക അത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡിലെ ഒരു കല്ലിൻ്റെ നീളം 10 അടി നീളവും 4 അടി വീതിയും 4 അടി ഉയരവുമാണ് ഉള്ളത്. അത് കല്ലുകളുടെ മേൽ കല്ലുകൾ വച്ചിരിക്കുന്നതാണ്. കുത്തബ് മീനാർ ചുമന്ന കല്ലുകളും വെള്ള മാർബിളും ഉപയോഗിച്ച് 5 നിലകളായി പണി കഴിപ്പിച്ചിട്ടുള്ള വലിയൊരു സൗധമാണ് കുത്തബ് മീനാർ. കുത്തബ് മീനാറിൻ്റെ 5 നിലകളും വ്യത്യസ്തമാണ്. കുത്തബ് മീനാറിന് ചുറ്റും നമ്മുടെ നാടൻ കരിങ്കല്ല് കൊണ്ടുള്ള വലിയ ഷെയ്ഡുകൾ കാണുവാനായിട്ട് കാണും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലുകളുടെ മേൽ കല്ലുകൾ വെച്ച് പണിതിരിക്കുന്ന വേറൊരു ഷെഡെന്നോ മറ്റോ പറയാവുന്ന ഒന്ന്. കല്ലുകൾ കൊണ്ടാണ് ആ തൂണുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ തൂണുകളിൽ വ്യത്യസ്ത രീതിയിലുള്ള അലങ്കാര പണികൾ. കുത്തബ് മീനാറിൻ്റെ പൊക്കം 73 മീറ്റർ ആണ്. കുത്തബ് മീനാറിൻ്റെ ഒരു സൈഡിൽ ആർച്ചായിട്ട് കാണുന്നുണ്ട്, മറ്റേ സൈഡിൽ ആർച്ച് പൂർത്തിയായിട്ടില്ല. അത് നഷ്ടപ്പെട്ടതായിരിക്കണം, പൊളിഞ്ഞു പോയതായിരിക്കണം. കുത്തബ് മീനാറിന് ചുറ്റുമുള്ള മതിലുകൾ കരിങ്കല്ലുകൾ കൊണ്ട് അന്ന് കെട്ടിയതായിരിക്കണം. ഈ കല്ലുകൾ നാടൻ കരിങ്കല്ലുകളാണ്. ഇപ്പോൾ ഈ കല്ലുകളിൽ മനോഹരമായ കൊത്തുപണികൾ നടത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. പൊളിഞ്ഞുപോയ കല്ലുകൾ വീണ്ടും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ഇന്ത്യക്ക് ധാരാളം വിദേശ പണം കിട്ടുന്ന വലിയൊരു സോഴ്സാണ്, ഉറവിടമാണ് ടൂറിസം. ഇന്ത്യയിൽ അത്ര വളർന്നിട്ടില്ല എങ്കിലും കുത്തബ് മീനാർ, താജ്മഹൽ ഇതെല്ലാം എത്രയോ പണമാണ് നമുക്ക് നേടിത്തരുന്നത്. കുത്തബ് മീനാറിന് പുറത്തുള്ള ഒരു മതിലിലൂടെ എടുത്ത ചിത്രമാണ് നമ്മൾ കാണുന്നത്. ആ കാലത്ത് നിർമ്മിച്ച മതിലിൻ്റെ കട്ടി, വീതി നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ കാണുന്നത് കുത്തബ് മീനാറിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ഓരോ നിലകളുമാണ്. ഈ നിലകളുടെ വീതി കുറഞ്ഞ് മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ധാരാളം ടൂറിസ്റ്റുകൾ കുത്തബ് മീനാറിൻ്റെ അടിയിൽ വന്നു നിൽക്കുകയാണ്. 20 വർഷം മുമ്പ് ഈ കുത്തബ് മീനാർ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കാണാമായിരുന്നു. ഇന്ന് എൻട്രൻസ് ഫീസ് എടുത്ത് കാണണം, അത് നല്ലതാണ്. ചുറ്റുപാടും വളരെ മനോഹരമായി സൂക്ഷിച്ചിട്ടുണ്ട്. ചെടികളും മതിലുകളുമെല്ലാം മനോഹരമാണ്. നല്ല സെക്യൂരിറ്റിയുള്ള ഒരു നല്ല സ്ഥലം. 20 വർഷം മുമ്പ് കാണുമ്പോൾ സണ്ണി പുൽപ്പറമ്പിൽ ക്യാമറാമാൻ കാണുമ്പോൾ ഇതുപോലെയുള്ള നല്ല പച്ചപ്പും പൂക്കളുമൊന്നുമില്ല.